നമസ്കാരം. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നറിയാം. എന്തിലും പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. പറഞ്ഞു വരുന്നത് ക്രൂഡ് മാർക്കറ്റിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ഒരു ബാരലിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ? ഒരു ബാരലിന് ഇപ്പോൾ $72 ഇന്നത്തെ നിരക്ക്. ഇത് ഒരു 2-3 ദിവസം മുമ്പ് $70 താഴെ എത്തിയിരുന്നു. അതായത് $69 വരെ കുറഞ്ഞു പോയിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ഈ കഴിഞ്ഞ 52 ആഴ്ചയിലെ ഉയർന്ന വില നിലവാരം എന്ന് പറയുന്നത് $98 ആയിരുന്നു. അതിൽ നിന്നിപ്പോൾ 26% കണ്ട് കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് 3 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലേക്ക് ഇപ്പോൾ ക്രൂഡിൻ്റെ വില പോയിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു കാരണം? പ്രധാന കാരണം എന്ന് പറഞ്ഞത്, ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നത് ചൈനയാണ്. അപ്പോൾ ചൈന ഇപ്പോൾ അവിടേക്ക് ക്രൂഡിൻ്റെ ഇറക്കുമതി പൊതുവെ കുറച്ച് വരുന്നു എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട്. അപ്പോൾ ചൈനയിൽ ഡിമാൻഡ് ഉണ്ടാകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആഗോളതലത്തിൽ ക്രൂഡ് മാർക്കറ്റിനെ ദോഷകരമായിട്ടത് ബാധിക്കും. എന്നാൽ ഒപെക് രാജ്യങ്ങൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഉൽപ്പാദനം കുറയ്ക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ അമേരിക്കയിൽ നിന്നുള്ള ഓയിലിൻ്റെ സമ്മർദ്ദം കൂടി നേരിടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ചൈന ഇറക്കുമതി കുറച്ചിട്ടുണ്ടെങ്കിലും ആഗോളതലത്തിൽ സപ്ലൈ കുറവ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ആണ് ഈ വില നിലവാരം ഈ $70 താഴെ പോയിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഇതൊക്കെ പറഞ്ഞ് കേൾക്കാം എന്നല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. നമ്മളോട് ഓയിൽ കമ്പനികൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുന്നതിനനുസരിച്ച് ഇവിടെ കുറയും, അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൂടുന്നതിനനുസരിച്ച് ഇവിടെയും കൂടും. ഇപ്പോൾ ഒരു വലിയ തോതിൽ ഒരു ഇടിവുണ്ടായിട്ടും എന്തെങ്കിലും മാറ്റം പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വിലയ്ക്കുണ്ടോ? ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് ഇവർ പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് ഏത് വില കണക്കാക്കിയാണെന്ന് അറിയാമോ? $100 മുകളിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കണക്കാക്കിയാണ് നമ്മളെ പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ $69 വരെ കുറഞ്ഞിട്ടും നമ്മുടെ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില $1 പോലും താഴോട്ട് വരുന്നില്ല. ഇത് നമ്മൾ കാരണവന്മാർ പറയും, പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന എണ്ണ കമ്പനികളോട് ഇതിൻ്റെ വില നിലവാരമൊന്നും പറയാനിരിക്കേണ്ട. അവരിതൊന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു ആഗോള മാർക്കറ്റ് ഉണ്ടെന്ന് പോലും ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് അറിയില്ല. ഏതായാലും നമ്മൾ ഈ കാര്യം ജനങ്ങളോട് ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടി ഈ മാർക്കറ്റിനെ കുറിച്ച് ഈ ആഴ്ച ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നന്ദി, നമസ്കാരം.